നാളെ നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവല്ലേ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഒരു രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിന് എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത് കാണാം. ആദ്യം തന്നെ നമ്മുടെ പൗച്ചൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് അത് തന്നെ സാധനം എന്താണെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മൾ പൗച്ച് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ പേനയും പെൻസിലൊക്കെ സെറ്റ് ചെയ്തു. ആദ്യം ഞാൻ വയ്ക്കുന്നത് എൻ്റെ സ്കെയിലാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ റബ്ബർ വയ്ക്കുകയാണ് കേട്ടോ. കട്ടറും വെച്ചു, പെൻസില്, പേന, ബ്ലാക്ക് ഇങ്ക്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ കൂടെ കിട്ടിയ ഒരു സ്കെച്ചും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതങ്ങോട്ട് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറക്കുമ്പോൾ തന്നെ കോമ്പേഴ്സ് ഉണ്ട് കേട്ടോ. കോമ്പേഴ്സ് നല്ല കോമ്പേഴ്സാണ്, നല്ല ക്വാളിറ്റി ഉള്ള കോമ്പേഴ്സ് ആട്ടോ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതെല്ലാം. നല്ല അടിപൊളി കോമ്പേഴ്സ് ആയതുകൊണ്ട് കോമ്പേഴ്സ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത നമ്മുടെ ഇതാണ് കേട്ടോ ഡിവൈസർ, അതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ കട്ടർ, റബ്ബർ, ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല. എല്ലാവരും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പെൻസിലും കൂടി ഉണ്ട് കേട്ടോ. ഇതുകൂടി നമുക്ക് കിട്ടും. ഒരു പേന ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഡിവൈസർ വെച്ചതുപോലെ വെക്കാം കേട്ടോ. കോമ്പസും നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതൊക്കെ ഞാൻ കോമസിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാം കോമസിൻ്റെയാണ് വാങ്ങിച്ചത്. ബുക്ക് വരെ ക്യാമൽ ഇല്ല, ഇത് എല്ലാം കോമസിൻ്റെ അല്ല, എല്ലാം ക്യാമലിൻ്റെയാണ് വാങ്ങിച്ചത് ഞാൻ. അപ്പോൾ അടുത്ത കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നും കൂടി അടിക്കണേ. നിങ്ങളുടെ പേരും കൂടി അടിക്കണം, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി അടിക്കണം. അടുത്തത് നമ്മുടെ ഒരു കളർ സെറ്റാണ് കേട്ടോ. നമുക്ക് കളർ സെറ്റിൻ്റെ ബോക്സ് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ കളേഴ്സ് കാണാം കേട്ടോ. നല്ല അടിപൊളി കളറാണ്. ഇതിൻ്റെ കൂടെ ഒരു കഥ കിട്ടിയായിരുന്നു, അത് ഞാൻ എൻ്റെ ചേച്ചിക്കും കൊടുത്തു. പിന്നെ ഇതെന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പരസ്യം തന്നെയാണെന്നാണ് തോന്നുന്നത്. കണ്ടോ, ഒരു അടിപൊളി ഒട്ടകത്തിൻ്റെ ഒരു പടമുള്ള ഒരു സാധനം. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി പെൻസിൽ സെറ്റും പേന സെറ്റും ഇത് വാങ്ങിച്ചല്ല, എനിക്ക് എൻ്റെ ചേട്ടൻ സന്തോഷത്തോടെ തന്നതാണ് കേട്ടോ. ചേട്ടൻ ഒരാഴ്ചയായിട്ട് ഒരു വർഷമായിട്ട് ഉപയോഗിക്കാത്ത സാധനം ഇത്. നമുക്ക് ആദ്യം അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെയുള്ളത് നമ്മുടെ വരയിടാത്ത ഹിന്ദി, മാത്സ്, പിന്നെ വരയിടാത്ത കുറച്ച് ബുക്കുകളും കൂടി വേണമല്ലോ. പിന്നെ ടെസ്റ്റ്. പിന്നെ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണെന്നും കൂടി ഒന്ന് അഴിക്കണം കേട്ടോ. കണ്ടോ.